അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ശ്രേഷ്ഠമായ ബറക്കത്ത് നിറഞ്ഞ ബറാഅത്ത് ജാവായിട്ട് ഇക്കടെ വന്നോട്ടുള്ളൂ. എപ്പായിട്ട് ഇക്കടെ ബറാഅത്ത് ജാവ് അണ്ടത്ത് ജാവുടെ മഹത്വ അണ്ട് ജാവ് ആക്കുണാകണിക്കത്തെ കാര്യങ്ങ നോമ്പിടിക്കുമ്പോൾ നെയ്യത്ത് വെക്കുണായ റൂപ്പ എല്ലാ വിഷയമായിട്ട് ഇക്കടെ ഇണ്ട് നാനികളൊട്ടിക്ക് ചുടുത്. അൽഹംദുലില്ലാ നിങ്ങളെ ക്ലാസ്സിൽ പിർസ വെക്കണമെങ്കിൽ ഇത്ര ആൾമാർ ഇത്ര ഗ്രൂപ്പുകളെല്ലാം ഇത് എത്തുപാട്ടുങ്ങ ചുമ്മ വിഷയം ചൊന്നിട്ട് ദ്വാർക്കണോണ്ട് വസീയത്താക്കിങ്ങ. അർഹമുറാഹിമീനായ റബ്ബ് അങ്ങലെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങലെയും നങ്ങലെയും ജീവിതത്തിൽ പടച്ച റബ്ബ് ഖൈറും ബറക്കത്തും നിഅമത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിർസത്തു ചങ്ങായിമാർ എപ്പായിട്ടിക്കട് ബറാഅത്ത് ജാവ് ഈ വർഷത്തെ 2026 ഈ വർഷത്തെ റായത്തുല്ല് ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം ബറാഅത്ത് ജാവും ചൊല്ലത് നാലക്കലി ഫെബ്രുവരി 2 താരീഖ് തിങ്കളാസ കഴിഞ്ഞ് ചൊവ്വാസ ജാവുകയായിട്ടിക്കടെ ചൊവ്വാസ പോലുകയായിട്ടിക്കടെ ഞങ്ങൾ നോമ്പിടിക്കണായത് എന്തെല്ലാമായിട്ടിക്കടെ ഈ ഒരു ബറാഅത്ത് ജാവുടെ മഹത്വ അത് ചൊന്നു തീർക്കോ സാധ്യമല്ലാത്ത എനിക്കത്തൊരു വിഷയമായിട്ടിക്കടെ നിങ്ങൾ പരിശുദ്ധമായ സൂറത്തു ദുഹാനിലെ ലൈലത്തുൻ മുബാറക്ക ബറക്കത്താക്കപ്പെട്ട ജാവുണ്ട് പടച്ച റബ്ബ് ചൊല്ലിയത് കാണെ ഈ ഒരു ജാവ് അത് ലൈലത്തും മിൻ നിസ്ഫി ഷഅബാൻ ഷഅബാൻ ആ ഒരു മധ്യത്തിലുള്ള ഷഅബാൻ പോണഞ്ചിലെ ആ ഒരു ബറാഅത്ത് ജാവായിട്ട് കിടന്നിട്ട് ചൊമ്മ മുഫസ്സിരീങ്ങ അതിനെ വ്യാഖ്യാനിച്ചത് കാണും. കാരണം അത്രമാത്രം ബറക്കത്തുള്ള എനിക്കത്തെ ഒരു ജാവായിട്ട് കിട്ടി. രണ്ടാമത്തെ മഹത്വം ചൊല്ലത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിൽ നിന്ന് 1 ആകാശത്തേക്ക് ഇറങ്ങി വണ്ടാണ്ട്. അപ്പോൾ അതിന് അർത്ഥം എന്തിനാ ചൊന്നേനുണ്ടെങ്കിൽ അണ്ടത്തെ ജാവുൽ പടച്ചറബിയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹ റഹ്മത്ത് പടച്ചറബ് ചൊരിച്ചു തന്നെ ഗണിക്കത്തെ ആ ബറക്കത്ത് തന്നെ ഗണിക്കത്തെ ഒരു ജാവായിട്ടിക്കടെ. എന്നിട്ട് പടച്ചറബ് ചൊല്ലുതങ്ങാണ്ട് അലാമിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫറു ലഹ. ഇണ്ടത്തെ ഈ ബറാഅത്ത് ജാവുൽ ആരെങ്കിലും പടച്ചറബിടയിൽ അവൻ്റെ ലൈഫിൽ എന്തെങ്കിലും തപ്പ് വന്നിട്ട് ഇന്നെങ്ങനെ ആ തപ്പങ്ങ് ചൊന്നിട്ട് റബ്ബുടയിൽ ഖേദിച്ചിട്ട് തൗബാ ചെയ്ത് ഗണിക്കത്തെ മഗ്ഫിറത്ത് കേൾക്കണ റബ്ബേ നീ പൊറുത്തു താണ്ട് ആരെങ്കിലും കേട്ടാണ്ട് കണ്ടെങ്കിൽ ഫഅഗ്ഫറു ലഹ അവനുടെ എല്ലാ ദോഷങ്ങളും നാ പൊറുത്തു കൊടുക്കണാണ്ടായിട്ടിക്കടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാമി മുസ്തർസിഖിൻ ആരായിട്ടിക്കടെ പടച്ച റബ്ബിൽ റിസ്ഖ് വിശാലമാവണം. അവൻ്റെ സമ്പത്ത് അവൻ്റെ സ്വറ അവൻ്റെ ബിസിനസ് ഇതിലെല്ലാം വലിയ ബറക്കത്ത് കിട്ടണോ, അവൻ്റെ കടങ്ങളെല്ലാം തീർന്നു കിട്ടണോ, ഇങ്ങനെ പടച്ച റബ്ബിൽ റിസ്ഖ് വിശാലമാവണോട്ട് ആരായിട്ടിക്കടെ കേൾക്കരുത് അവനക്ക് പടച്ചപ്പോൾ ധാരാളമായിട്ട് ആ റിസ്ഖിടെ വിശാലമാക്കി കൊടുക്കൂടാണ്ടായിട്ടിക്കടെ. അലാമി മുബത്തലൻ ആരായിട്ടിക്കടെ എന്തെങ്കിലും രോഗത്തില സീക്കില ബേജാറിലുള്ള ഗണിക്കത്ത ആൽമ ടെൻഷനിലുള്ള ഗണിക്കത്ത ആൽമ അങ്ങനെ ആ ഒരു ബേജാറ് തീരുകവേനായിട്ട് റബ്ബുടയിൽ ആ കൈവയത്തിട്ട് ആറ് കേക്കിടാറ ദ്വാരക്കിടാറ അവൻ്റെ എല്ലാ ബേജാറ് റബ്ബ് തീർത്തു കൊടുക്കുക ഗണിക്കത്തെ ഒരു ജാവും കൂടിയായിട്ട് പരിശുദ്ധമായ ബറാഅത്തിലെ ശ്രേഷ്ഠമായ ജാവും ചൊല്ലത്. നാലാമത്തെ മഹത്വ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ബറാഅത്തിലെ മഹത്വം അറിഞ്ഞിട്ട് നാണും ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മത്തിൽ പെട്ടുന്നെങ്കിൽ നല്ലാവാത്ത ചൊന്നിട്ട് ആ ചൊന്നഗണിക്കത്തെ 400 വർഷത്തെ പ്രതിഫലം കിട്ടിയ ആ ഇബാദത്തിന് പ്രതിഫലമുള്ള ഗണിക്കത്തെ ഒരു ജാവും കൂടിയായിരിക്കട്ടെ. പരിശുദ്ധമായ ഈ ഒരു ബറാഅത്ത് ജാവും ചൊല്ല അത് 5ാമത്തെ മഹത്വ ആരായിട്ടിക്കടെ ഈ ബറാഅത്ത് ജാവ് വന്നേ അണ്ട് അതിനെ ബഹുമാനിച്ചിട്ട് ധാരാളമായിട്ട് ഇബാദത്ത് എടുക്കിടാറ് ദുആറിക്കിടാറ് എന്നേന് കണ്ടെങ്കിൽ വജബത്ത് ലഹുൽ ജന്ന അവനക്ക് സ്വർഗം കഡ്ഡായമായിട്ടിക്കിടേണ്ട ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല. അതേപോലെ ഒരു വർഷത്തെ ഒരു ആയുസ് അതേപോലെ റിസ്ഖ് ഇതെല്ലാം കണക്കാക്കിട ഗണിക്കത്തെ ഒരു ജാവും കൂടിയായിട്ടിക്കടെ. പരിശുദ്ധമായ ഈ ഒരു ബറാഅത്ത് ജാവും ചൊല്ലത്. അതേപോലെ മരിച്ചിട്ടുള്ള ഗണിക്കത്ത ആൽമാർ അങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുക്കുന്ന ഗണിക്കത്തെ ഒരു ജാവായിട്ടിക്കടെ. നമുക്കൊരു ശ്രേഷ്ഠമായ ജാവ് ലൈലത്തുൽ ഖദർ വർഷത്തിൽ ഏറ്റവും പുണ്യമുള്ള ശ്രേഷ്ഠമായ ജാവ് ഏതെന്ന് കേട്ടെങ്കിൽ ലൈലത്തുൽ ഖദറായിട്ടിക്കടെ. ആ ഒരു ലൈലത്തുൽ ഖദർ ജാവ് കഴിഞ്ഞെങ്കിൽ 2ാമത്തെ ആ ഒരു സ്ഥാനത്തിൽ നിൽക്കടെ ആ ശ്രേഷ്ഠമായ ജാവ് ലൈലത്തുൽ ബറാഅത്തിലെ ആ ഷഅബാൻ 15 ബറാഅത്തിലെ ജാവായിട്ട് ലൈലത്തുൽ ഖദർ. ഇപ്പം നിങ്ങൾക്ക് റമദാൻ ലാസ്റ്റ് 21 23 25 ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കതിനെ ആ പിടിയില്ലാണ്ട് കണ്ടെങ്കിലും പക്ഷെ ലൈലത്തുൽ ബറാഅത്തിൽ ജാവ് നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യതായിട്ടിക്കടെ. അപ്പം പണ്ട് നിങ്ങൾക്ക് എന്താക്കുക
ധാരാളമായിട്ട് ഇബാദത്തെടുക്കുക. ലൈലത്തുൽ ഖദർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ എനിക്കത്തൊരു ജാവ്. അതേപോലെ മരിച്ചങ്ങനെ അർവാഹിങ്ങ റൂഹുങ്ങ ഔത്തുക മണ്ണകണിക്കത്തൊരു ജാവും കൂടിയായിട്ടിക്കടെ ഈ ഒരു ബറാഅത്തിലെ ആ ഒരു ജാവും ചൊല്ലുത്. അതേപോലെ ഒരു വർഷത്തെ നഗലെ ഇബാദത്തിലെ അള്ളാഹുടെ മുട്ട എത്തുപാട്ട് അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട കണിക്കത്തെ ഒരു ജാവും കൂടിയായിട്ടിക്കടെ പരിശുദ്ധമായ ബറാഅത്ത് ജാവും ചൊല്ലുക. അതേപോലെ ഇനൊരു മഹത്വമായിട്ടിക്കടെ ഈ ബറാഅത്തും ചൊന്നതിന് കണ്ടെങ്കിൽ അത് ബിടുകട റിലീസ് മോചനാണ്ടായിട്ടിക്കടെ. ഇത് ഈ ബറാഅത്തും മിനന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കടെ ബിടുകടാക്കടെ കണിക്കത്തെ മനുഷ്യന്മാരെ സ്വർഗത്ത് എത്തുപാട്ട് എനിക്കത്തെ ഒരു ജാവായിട്ടിക്കടെ പരിശുദ്ധമായ ബറാഅത്ത് ജാവ്. ഇങ്ങനെ എത്ര മഹത്വമായിട്ടിക്കടെ ഈ ഒരു പരിശുദ്ധമായ ബറാഅത്ത് ജാവുള്ളൂ. അപ്പം അണ്ടത്തെ ജാവ് ഞങ്ങൾ മിസ്സാക്കുവതീറ അണ്ട് ധാരാളമായിട്ട് ശ്രദ്ധിക്കണായ കണിക്കത്തെ ഒരു ജാവായിട്ട്. അപ്പം അണ്ടത്തെ ജാവുടെ എല്ലാ പ്രതിഫലവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്കുണായ കണിക്കത്തെ ചില വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം ചൊല്ലുക ആ ബറാഅത്ത് ജാവ് പണ്ടേക്കുമെന്നുള്ള ഇപ്പമേ ഞങ്ങൾ നല്ലൊരു നെയ്യത്താക്കി എന്തിനെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ബറാഅത്ത് ജാവ് ഞങ്ങൾക്ക് ചൊമ്മ ഇബാദത്തെടുക്കണോ, ചമ്മ ഞങ്ങൾക്ക് ദിക്ർ ചൊല്ലണോ, ഖുർആൻ ഓതണോ, അണ്ടത്തെ ആ എല്ലാ ഇബാദത്തൊക്കെ എടുക്കണോ ചൊന്നിട്ടോ നല്ലൊരു നെയ്യത്ത് ഇപ്പമേ ആക്കണം. എന്തേ ചൊന്നെങ്കിൽ ഇന്നമൽ അമാലു ബിന്നിയാത്ത്, എല്ലാ അമലും സ്വഹിയാവുടതും അല്ലെങ്കിൽ പടച്ചിറപ്പ് ഇഷ്ടാവുടതും നെയ്യത്ത് പ്രകാരമായിട്ട് ഇക്കടെ ഒരാളെ നെയ്യത്ത് നോക്കിയിട്ടായിരിക്കും അള്ളാഹു അവനക്ക് ബേനായ പ്രതിഫലം കൊടുക്കണേണ്ട്. ചിലപ്പോൾ ഈ ഒരു ബറാഅത്ത് ജാവ് ബന്ത് അണ്ടത്തെ ജാവ് ചിലപ്പോൾ ഇബാദത്ത് എടുക്കുക ആയില്ല, എന്തെങ്കിലും അപ്പുറം സീക്ക റോഗാൻ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് അണ്ടത്തെ ജാവുടെ ആ വിചാരിച്ച പോലെ ഇബാദത്ത് എടുക്കുക ആയില്ലാണ്ട് കണ്ടെങ്കിലും ആ ഒരു നെയ്യത്തുകൊല്ല പ്രതിഫല യജമാനനായ റബ്ബ് തണ്ടനെ. ഇപ്പം ഇപ്പമേ നല്ലൊരു നെയ്യത്താക്കി ഈ ബറാഅത്ത് നക്ക് മിസ്സാവുതീറ ധാരാളമായിട്ട് നക്ക് ഇബാദത്ത് എടുക്കണം ചൊന്ന എനിക്കത്തെ ആ ഒരു നല്ല നെയ്യത്ത് അണ്ട് ഇൻ്റെ ഇപ്പമേ ഞങ്ങൾ ആക്കൊണ്ടായിരിക്കട്ടെ. രണ്ടാമത്തത് അണ്ടത്തെ ഒരു ജാവ് പ്രത്യേകമായിട്ട് നിസ്കാരത്തെ വിഷയം ശ്രദ്ധിക്കണം. എല്ലാ നാളും നിസ്കാരം ശ്രദ്ധിക്കും. പക്ഷേ അണ്ടത്തെ ഒരു ജാവുടെ ബഹുമാനിച്ചിട്ട് ജമാഅത്തായിട്ട് കൃത്യമായിട്ട് ജമാഅത്തായി നിസ്കരിക്കുക. അപ്പം നിസ്കാരത്തെ വിഷയം നല്ലോണം ശ്രദ്ധിക്കുക. ഒത്തുള്ളി പിന്നെ പെണ്ണിങ് മാത്രം ഇന്ന് ഉണ്ടെങ്കിൽ അങ്കും എന്താക്കാം ജമാഅത്തായിട്ടല്ല നിസ്കരിക്കുക. അപ്പം അണ്ടത്തെ ജാവുടെ നിസ്കാരത്തെ ഒരു വിഷയം മഗ്രിബ് ഇശാ സുബഹ് ഇങ്ങനത്തെ അണ്ടത്തെ പോലും ജാവുകൾ എനിക്കത്തെ നിസ്കാരമല്ല കൃത്യമായിട്ട് എന്താക്കാം നിസ്കരിക്കണം. ചിലപ്പോൾ അണ്ടത്തെ ജാവ് നിങ്ങൾക്ക് വേണാ പോലെ ഹയാത്താക്കുക ആയില്ലാണ്ട് കണ്ടെങ്കിലും ഹയാത്താക്കണം ആയില്ലാണ്ട് കണ്ടെങ്കിലും ഈ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അണ്ടത്തെ ജാവ് ഇടീ ആ ഇബാദത്തെടുത്തൊരു കൂലി പ്രതിഫലമായിട്ടിക്കടെ യജമാനനായ റബ്ബ് നിങ്ങൾക്ക് തണ്ടത്. മൂന്നാമത്തെ നിങ്ങൾക്ക് എല്ലാവരും കൊത്തുള്ളതായിട്ടിക്കടെ 3 യാസീൻ സൂറത്ത് ഓതാ നല്ലോണം ശ്രദ്ധിച്ചിട്ടായിട്ടിക്കടെ. ഒട്രാസി ഇങ്ങനെ യാസീനെ തപ്പ പോതിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് നല്ല അതബല് നല്ല ശ്രദ്ധിച്ചിട്ടായിട്ടിക്കടെ ചന്താക്കിയിട്ട് തെല്ലും മല്ലമേ സമാധാനത്തിൽ എന്താക്കുക യാസീൻ സൂറത്ത് ഓതുക. കാരണം ഞങ്ങൾക്കൊന്നും ഒരു യാസീൻ സൂറത്ത് ഓതിട്ട് റബ്ബിടയിൽ ഞങ്ങൾ എന്തൊരു കേട്ടെങ്കിലും റബ്ബ് തണ്ടാണ്ടായിരിക്കും, ദുആക്ക് ഇജാബത്തുണ്ടായിരിക്കട്ടെ. അപ്പോൾ 3 യാസീൻ ഓതാ. ഒന്നാമത്തെ യാസീൻ ചൊല്ലുത് ഞങ്ങളെയും ഞങ്ങളെ കുടുംബ ഞങ്ങളെ പിരിസപ്പെട്ട ആൽമാർ ഞങ്ങളെ സഹായിച്ച ആൽമാർ എനിക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസുകനായിട്ട് നെയ്യത്താക്കിയിട്ട് യാസീൻ സൂറത്തോക ഫസ്റ്റൊക്കെ നെയ്യത്താക്കുക. നാണ് നൻ്റെയും എൻ്റെ കുടുംബത്തെയും നൻ്റെ പിരിസപ്പെട്ട് നൻ്റെ സഹായിച്ച് ആരെല്ലാം ഉള്ളാർ അങ്കെല്ലാവരും മനസ്സിൽ കരുതിയിട്ട് അങ്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നെയ്യത്താക്കിയിട്ട് എന്താക്കുക ഒരു യാസീൻ സൂറത്ത് ഓതാ. എന്നിട്ട് രണ്ടാമത്തെ ഒരു യാസീന് ഞങ്ങളെ ആ ഒരു സമ്പത്ത് ഞങ്ങളെ സ്വർത്ത് ഞങ്ങളെ ബിസിനസ്സിൽ എല്ലാത്തിലും വലിയ ബറക്കത്ത് കിട്ടണോ, അതേപോലെ ഞങ്ങളെ കടെല്ലാം തീർന്ന് കിട്ടണോ, ഞങ്ങളെ ബേജാറെല്ലാം ദൂരമാണോ, രോഗങ്ങളെല്ലാം ഷിഫയാവും. ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെ പിരിസപ്പെട്ട് അതേപോലെ ഞങ്ങളെല്ലാവരും നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് നല്ലൊരു നെയ്യത്താക്കിയിട്ട് രണ്ടാമത്തെ ഒരു യാസീൻ സൂറത്ത് ഓതാ. മൂന്നാമത്തെ ഒരു യാസീൻ സൂറത്ത് ചൊല്ലി ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടിക്കടെ മരണസമയത്തിൽ ആഖിബത്ത് നല്ലാവണോ, ഈമാൻ സലാമത്താവണോ. അപ്പം ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ പിരിസപ്പെട്ട് ഞങ്ങളെ ആരെല്ലാം ഉള്ളാറ് പിരിസപ്പെക്കണങ്ങ സഹായിച്ചങ്ങ അങ്ങനെ എല്ലാവരും മനസ്സിൽ കരുതിയിട്ട് എന്താക്കാം അതാ അങ്ങനെ എല്ലാവരെയും അങ്ങനെയും ഞങ്ങളെയും ആഖിബത്ത് നന്നായിട്ട് ഈമാൻ സലാമത്താവണം ചൊന്നിട്ടോ. ഇങ്ങനെ 3 യാസീൻ സൂറത്ത് ഓതാ. നല്ലോണം യാസീൻ സൂറത്ത് 3 യാസീൻ ഓതുവൽ പിന്നെ നല്ലോണം റബ്ബിടയിൽ ദുആർക്ക. ആ ദുആത്തുക നല്ല ഇജാബത്തുള്ള കണിക്കത്തെ ഒരു ടൈമായിട്ടിക്കടെ ആ ഒരു ടൈമും ചൊല്ലത്. അതേപോലെ 3 യാസീൻ സൂറത്ത് ഓതിയാൽ പിന്നെ ആ ദുഖാൻ സൂറത്ത് ഓതാ. ദുഖാൻ സൂറത്ത് അത് ഞങ്ങൾക്ക് വലിയ മഹത്വമുള്ള എനിക്കത് മുന്നോട്ട് ഞങ്ങൾ ചൊന്നതായിട്ടിക്കടെ. ദുഖാൻ സൂറത്ത് വലിയ മഹത്വമായിട്ട് ഒരാൾ ദുഖാൻ സൂറത്ത് ഓതിയാണെന്നുണ്ടെങ്കിൽ 70,000 മലായിക്കത്ത് അവനക്ക് പേനായിട്ട് പാപമോചനത്തിന് പേനായിട്ട് ദ്വാർക്കുണ്ടായിട്ടിക്കടെ. ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിരിക്കും ദുഖാൻ
സൂറത്തോത. അതേപോലെ അണ്ടത്തെ ജാവോ ഞങ്ങൾ ഖബറിലുള്ള എനിക്കെത്ത ഞങ്ങളെ കൂട്ടുകുടുംബത്തിൽ മരിച്ചുപോയ എനിക്കെത്ത ആൽമാർ അങ്ങനെ ഒരു ഖബർ സിയാറത്താക്കൊണ്ട് ജാവ് അല്ലെങ്കിൽ പൗലുകെങ്കിലും അണ്ടത്തെ ഒരു ഖബർ സിയാറത്താക്കൊണ്ട് ഖബർ സിയാറത്താക്കുക. അതല്ലെങ്കിൽ ഔത്തുല ഇപ്പോൾ പോയിട്ടാക്കുക സാധ്യമാവില്ല ദൂരമായിട്ട് ഇക്കിടില്ല എന്നതിനെ കണ്ടെങ്കിൽ അങ്കബേനായിട്ട് ഒരു യാസീൻ ഓതിട്ട് ഹദിയാക്കുക. അനന്തേ മഹാനായിട്ടുള്ള ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത് കാണ്ട് ഈ ഖബറിലുള്ള എനിക്കെത്തെ ആ ഖബറാലിങ്ങ ചൊല്ലാർ തർഹമു അലൈനാ ഫി ഹാദിഹി ലൈലത്തിൽ മുബാറക നങ്കും ഇണ്ടത്തെ ഈ ബറക്കത്താക്കപ്പെട്ടത് ജാവുലോ നങ്കും നിങ്ങൾ കരുണ കാട്ടണം ചൊന്നിട്ട് ഖബറിലുള്ള എനിക്കെത്തെ ആൽമാറ് സമയത്ത് ചൊല്ലുവാറ് ആഗ്രഹിക്കുവാറുണ്ടായിട്ടിടെ മഹാനായിട്ടുള്ള ഇബ്ൻ അബ്ബാസ് തങ്ങ ചൊല്ലി. അപ്പോൾ എന്താക്കുക അങ്കബേനായിട്ട് ഒരു യാസീൻ ഓതാ മുട്ടത്തിൽ അങ്ങനെ ഖബർ ഇന്നേനെ കണ്ടെങ്കിൽ ഒന്നോ പോയിട്ട് സിയാറത്താക്കുക ഒരു യാസീൻ ഓതിട്ട് അങ്കബേനായിട്ട് നല്ലോണം ദ്വാർ കാണുന്നേ ഖബറിലുള്ള എനിക്ക് താൽമാർ അങ്ങ് എപ്പോഴും കുതിക്കരുത്. ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഫാത്തിയ ഓതുവാറ ആരെങ്കിലും ഒരു യാസീൻ ഓതുവാറ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും സ്വതക്ക കൊടുക്കുവാറ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എങ്ങനെ ചൊന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു തന്നിൽ മുങ്ങിടുന്ന കണ്ടെങ്കിൽ ഒരു കിണത്തുകാലം പൊലക്കാലം കൊലത്തുക ഒരാൾ മൂന്നു അകസ്മാത്ത് മൂന്നിട്ടാകുമ്പോത്തുകോ അയാൾക്ക് സ്വിമ്മിങ് എന്തും തരില്ല. ആ സമയത്തിൽ എന്തെങ്കിലും ഒരു ബല്ലി എന്തെങ്കിലും രക്ഷപ്പെടുക എന്തെങ്കിലും ഒന്ന് കിട്ടുവാണ്ടായി അയാൾ ആഗ്രഹിക്കരുത്. ഇതേപോലെ ആയിട്ട് ഖബറിലുള്ള എനിക്ക് താൽമാറോ ആരെങ്കിലും നിന്റെ രക്ഷപ്പെടുത്തുക എന്തെങ്കിലും നന്മ നിന്റെ ഖബർക്ക് എത്തുപാട്ടുവാറ് ചെന്നിട്ടോ ആ ഖബറിലുള്ള എനിക്ക് താല് കൊതിച്ചോടിക്കൊണ്ടായിരിക്കട്ടെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നത് അവന്താക്ക അങ്കുവേനായിട്ട് ഒരു യാസീൻ ഓത. അതേ പിന്നെ ഞങ്ങൾ ആക്കുണായ ഒന്നായിട്ടിക്കടെ ഒരു അണ്ടത്തെ ജാവ് ചൊല്ലുണായ ദിക്കർ നങ്കൊന്തൊന്ന് മഹാനായിട്ടുള്ള യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മീൻ്റെ ഭയത്തിൽ കുടുങ്ങിയ സമയത്തിൽ ചൊന്ന എനിക്കത്തെ ആ ഒരു ദിക്കർ ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ആ ശ്രേഷ്ഠമായ ദിക്കറ വിഷയത്തിൽ മുത്തുനബി തങ്ങൾ ചൊന്നേ അവ്വലുഹു തഹ്ലീൽ ഇത് തുടക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടിക്കടെ വഔസതുഹു തസ്ബീഹ് ഇതിന്റെ മധ്യത്തിൽ തസ്ബീഹ് ആയിട്ടിക്കടല്ലത് വആഖിറുഹു ഇഖ്റാറും മിനദ്ദം ഇത് ലാസ്റ്റുള്ളത് നാനൊരു തപ്പാക്കി ഞാൻ ചൊന്നിട്ട് പടച്ചറബിടയിലെ ആ ഒരു സമ്മതിക്കലായിട്ടിക്കടെ ആ മാപ്പ് കേൾക്കലായിട്ടിക്കടെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒരു 100 വട്ട ഈ ദിക്ർ നിങ്ങൾ ചൊല്ലാം. അതേപോലെ അതിൽ കണക്ക് 2375 ആയിട്ടിക്കടെ. അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാവില്ലാണ്ടെങ്കിൽ 100 വട്ടെങ്കിലും ഈ ദിക്ർ ചൊല്ലാം. അതേപോലെ പിറ്റേനാൾ നോമ്പിടിക്കുക സൂമു നഹാറ അണ്ടത്തെ പോലിൽ നോമ്പിടിക്കൽ പ്രത്യേകമായിട്ടുള്ള എനിക്കത്തെ ഒരു സുന്നത്തും കൂടിയായിട്ടിക്കടെ. അപ്പം അണ്ട് നെയ്യത്ത് വെക്കുമ്പോൾ ബറാഅത്തിന് സുന്നത്തായ നോമ്പ് അള്ളാഹു തആലക്ക് വേനായിട്ട് നാം പിടിക്കട അങ്ങനെ നെയ്യത്ത് വെക്കുക. അതേപോലെ അതിലൊട്ടി അയ്യാമുൽ ബീദ് അത് എല്ലാ തിങ്കളും സുന്നത്തായ നോമ്പിടിക്കോ സുന്നത്തായ ഒരു ടൈമുമായിട്ടിക്കടെ ഒരു നാളുമായിട്ടിക്കടെ. അപ്പോൾ അയ്യാമുൽ ബീദിലെ സുന്നത്ത് നോമ്പും ബറാഅത്തിന് സുന്നത്ത് നോമ്പും അള്ളാഹുബേനായിട്ട് നാം പിടിക്കണായിട്ട് നെയ്യത്ത് വെക്കുക. അല്ലെങ്കിൽ ഷഅബാൻ 15 സുന്നത്ത് നോമ്പും അയ്യാമുൽ ബീദിലെ സുന്നത്ത് നോമ്പും അള്ളാഹുബേനായിട്ട് നാം പിടിക്കണായിട്ട് ഇങ്ങനെ മനസ്സിലെന്താക്കുക നെയ്യത്ത് വെക്കുക. ഇനിയിപ്പോൾ ഖളാ ആയ റമദാനിൽ ഖളാ ആയ നോമ്പ് ഖളാ വീട്ടിൽ എനിക്ക് താൽമാറിന്നതിന് കണ്ടെങ്കിൽ അതും കൂടി എന്താക്കുക നെയ്യത്ത് വെച്ചിട്ട് നോമ്പിടിക്കുക. അതേപോലെ ഇനോ ചൊല്ലനായ ദിക്റായിട്ടിക്കടെ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇന്നഹു കാന ഗഫാറ കാരണം കൊണ്ടുണ്ടോ ഇസ്തിഗ്ഫാർ ആരെ ചൊല്ലനായ കണിക്കത്തൊരു ടൈമും കൂടിയായിട്ടിക്കടെ. റമദാന് പറമ്പത്തുകോ എല്ലാം ശുദ്ധമായിട്ടിക്കണം കണിക്കത്തൊരു ടൈം. അപ്പോൾ ഈ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇന്നഹു കാന ഗഫാറ 100 വട്ട ഈ ദിക്ർ ചൊല്ല. അതിൽ പിന്നെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. اللهم إنك حليم ذو أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين. നല്ലൊരു ദിക്റായിരിക്കും അല്ലാഹുവേ ഇന്നക ഹലീമു നീ സമാധാനിയായിട്ടിക്കട ദു അനാത്തിനെല്ലാം കേക്കിടവൺ അറിയിടവൺ ആയിട്ടിക്കട ലാ തോക്കത്തല്ല ഞങ്ങൾക്കൊരു കഴിയും ഞങ്ങൾക്കൊരു താക്കത്തുമില്ല റബ്ബേ ഫഅഫു അന്നാ ബിഹൽമിക് ഞങ്ങൾക്കെല്ലാം നീ മാപ്പാക്കണം ചൊല്ലി എനിക്കത്തെ നല്ലൊരു ദിക്റായിട്ടിക്കട നല്ലൊരു ദുആം കൂടിയായിട്ടിക്കട. അപ്പോൾ ഇതൊരു എല്ലോ ബട്ട ഈ ഒരു ദിക്ർ ചൊല്ലാം. അതേപോലെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ഇതൊരു 100 ബട്ട ചൊല്ലാം. നല്ലൊരു ദിക്റായിട്ടിക്കട ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ ഒരു ബദറിൽ ചൊന്ന എനിക്കത്തെ ഒരു ദിക്റും കൂടിയായിട്ടിക്കടെ. അതേപോലെ ഒരു 100 സ്വലാത്ത് ചൊല്ലാം. സ്വലാത്തിലെ തിങ്കളായിട്ടിക്കടെ പരിശുദ്ധമായ ഷഅബാൻ തിങ്കൾ നബിത്തങ്ങ ചുമ്മ അനുഗ്രഹം കിട്ടിയ തിങ്കളായിട്ടിക്കടെ ഒരു 100 സ്വലാത്ത് ചൊല്ലാം. അതേപോലെ ദുഖാൻ സൂറത്ത് ഷഅബാന്റെ ആ തുടക്കത്തിൽ ചൊന്ന എനിക്കത്തെ ഒരു
വിഷയമുണ്ട്. അതായത് ഷാബാൻ 1 പിടിച്ചിട്ട് 4 തോല ദുഖാൻ സൂറത്തെ ഫസ്റ്റ് 8 ആയത്ത് 5 വട്ട ഓതണം. 4 തോല 5 വട്ട ഓതണം. ഓതിയാൽ പിന്നെ ദുഖാൻ സൂറത്ത് ഓതി കംപ്ലീറ്റ് ആക്കണം. അതേപോലെ ഈ ഒരു ഷാബാൻ 5 ബറാഅത്ത് ജന്റെ ജാവ് നിങ്ങൾക്ക് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ആ ദുഖാൻ സൂറത്തിലെ ഫസ്റ്റ് 8 ആയത്ത് ഒരു 30 വട്ട ഓതാ. 30 വട്ട ഓതിയാൽ പിന്നെ ദുഖാൻ സൂറത്ത് കംപ്ലീറ്റ് ആക്കുക. അത് പിന്നെ നിങ്ങൾ 3 യാസീൻ ഓതിയാൽ പിന്നെ ഇങ്ങനെ എന്താക്കാം, 3 യാസീൻ ഓതിയാൽ പിന്നെ വേണമെങ്കിൽ എന്താക്കുക, ആ ഒരു ദുഖാൻ സൂറത്തിലെ ഫസ്റ്റ് ആ ഒരു 8 ആയത്ത് ഒരു 30 വട്ട ഓതാ. എന്നിട്ട് ദുഖാൻ സൂറത്ത് കംപ്ലീറ്റ് ആക്കി. എന്നേനെ കണ്ടെങ്കിൽ എന്തൊരു കേട്ടികളും യജമാനായ റബ്ബ് തണ്ടാട്ടായിട്ടിരിക്കണം. അതേപോലെ ഒരു 100 ഇഖ്ലാസ് സൂറത്ത് ഓതാ. ഇങ്ങനെ ധാരാളമായിട്ട് നിങ്ങൾ ഇബാത്തെടുക്കുക, സ്വതക്ക ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ നല്ലൊരു നാള് നല്ലൊരു ജാവ് നിങ്ങൾക്ക് എന്തെല്ലാം ഇബാത്തെടുക്കുക സാധ്യമാവുക. ധാരാളമായിട്ട് ഇബാത്തെടുക്കുക മാത്രമല്ല ദുആക്ക് ഇജാബത്തുല്ല ഗണിക്കത്ത എന്തൊരു കേട്ട് റബ്ബ് തൻ്റെ ഒരു ജാവായിട്ടിക്കടെ ധാരാളമായിട്ട് ദ്വാരക്ക. പ്രത്യേകിച്ചും നിങ്ങൾ വസീയത്താക്കിക്കൊണ്ടുള്ള നിങ്ങൾക്ക് വേനായിട്ടും നിങ്ങൾ പ്രത്യേകമായിട്ട് ഇൻഷാ അല്ലാഹ് ദ്വാരക്കറോ. നിങ്ങൾക്കും നാണ് പരിശുദ്ധമായ മക്കത്തിലായിട്ട് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കും നാണ് ഈ പരിശുദ്ധമായ ഹറമിൽ വെച്ചിട്ട് ബറാഅത്തിൻ്റെ ജാവ് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നാ ദ്വാരക്കിട. അല്ലാഹു തആല നിങ്ങൾക്ക് കണ്ടെത്തെ ജാവിടെ ബഹുമാനിക്കുകയും ഇബാത്തെടുക്കുകയും അള്ളാഹു തൗഫീഖ് തരട്ടെ. കണ്ടെത്തെ ജാവിടെ എല്ലാ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും കൊണ്ടുണ്ടോ എല്ലാ തിങ്കളും ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഉംറ പാക്കേജുള്ള ഇൻഷാദിന് റമദാനെ കഴിഞ്ഞ സാത്തുക നിങ്ങളെ ഉംറ പാക്കേജ് മാർച്ച് ലാസ്റ്റ് കൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഒട്ടിಗೆ ബണ്ടാണ്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഓരോ നമ്പറൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ആവറോ വാട്സപ്പ് ആക്കുറോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവരും പരിശുദ്ധമായ ഹജ്ജും ഉംറയും മദീന സിയാറത്തൊക്കെ അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.